നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ ഒടുവിൽ അലീന ബാലേന്ദ്രനോട് ചോദിച്ചു, അച്ഛാ ഇതിൻ്റെ ആവശ്യമുണ്ടോ അച്ഛാ? ഞാൻ അവിടേക്ക് പോകണോ? കാരണം ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട് ഞാൻ ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല നിനക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നീ പറഞ്ഞാൽ മതി, ഞാൻ നിന്നെയും കൊണ്ട് തിരിച്ചു പോന്നോളാന്ന് പറഞ്ഞു. അല്ലച്ചാ അത് പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സാരമില്ല മോളെ, നീ വിഷമിക്കാതിരിക്കുക. നിനക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു വാക്ക് പറഞ്ഞാൽ മതി. നിന്നെ ഞാൻ നിർബന്ധപൂർവ്വം അവിടെ നിർത്താനൊന്നും പോകുന്നൊന്നുമില്ല. നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അലീനയെ സമാധാനിപ്പിച്ച് ബാലേന്ദ്രൻ കൊണ്ടുപോവാണ്. ഇതേ സമയത്ത് വൈജയം കൊണ്ട് മനു കടപ്പാട്ട് വീട്ടിലേക്ക് എത്തുവാണ്. അങ്ങനെ മുറ്റത്തെത്തി കാർ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും മനു പറഞ്ഞു, ആൻറ്റി ഇറങ്ങുക. ഇനിയിപ്പോൾ ആൻറ്റിക്ക് പേടിക്കാതെ ഇറങ്ങാലോ. കാരണം ആൻറ്റിയുടെ ശത്രുക്കളൊക്കെ പോയെന്നുള്ള സന്തോഷത്തോട് കൂട്ടല്ലേ ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ. ആൻറ്റിക്ക് ഇപ്പം സമാധാനമായല്ലോ എന്ന് പറഞ്ഞു. ഓ നിനക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കാണത്തില്ലല്ലേ അവള് പോയത്? കാരണം അവള് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് കാര്യങ്ങൾ നടക്കില്ലല്ലോ, അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, നിനക്ക് ആ ഒരു വിഷമമായിരിക്കും. അതെ ആൻറ്റി, അതിന് അവൾ ഇവിടെ ഇല്ലെങ്കിലും അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമെങ്കിൽ അത് നടക്കും. അതിനിപ്പം എനിക്ക് ആൻറ്റിയുടെ സമ്മതമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയന്തി ഒന്ന് ശരിക്കും നാണം കെട്ടു. ഈ സമയത്ത് രോഹിത്ത് സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കാർ വന്ന് മുറ്റത്ത് നിന്നത്തേനും രോഹിത്ത് അങ്ങോട്ട് ഇറങ്ങി. വൈജയന്തി കയറി വരുന്നുണ്ട്, മൈൻഡ് പോലും ചെയ്യാതെ കാറിനടുത്തേക്ക് നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ചോദിച്ചു, എന്താടാ നിനക്ക് എന്നെ കണ്ടിട്ടൊരു മൈൻഡില്ലാത്തേ? ഓ ഇപ്പം ഞാൻ അമ്മയെ മൈൻഡ് ചെയ്യണോ അതോ ഇനിയിപ്പം അമ്മയുടെ ഭാഗം എടുക്കാനായിട്ട് മനുവേണ്ണനെ സഹായിക്കണോ? എടാ നീ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മയെ. വേണമെങ്കിൽ ഞാൻ ഭാഗം എടുക്കാം, അല്ലെങ്കിൽ അമ്മയുടെ സുഖവിവരം അന്വേഷിക്കാം, ഏതാ വേണ്ടത്? വൈജിക്ക് ഒട്ടും കൂടെ സൂഹിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, നീ പോയി ആ ലഗേജ് എടുത്താൽ മതി. അത് തന്നെ ഞാൻ ചെയ്യാൻ പോയത്. അങ്ങനെ മനുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഒരു മാറ്റം ഇല്ലല്ലേ? എവിടെന്ന്? ഇതിനിപ്പം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അച്ഛൻ വരുന്നോടം വരെ കാണത്തുള്ളായിരിക്കും അല്ലേ? അത് ശരിയാ, അങ്കിള് വരുന്നോടം വരെ മിക്കവാറും ഈ ഷോ ഓഫ് കാണുള്ളൂ, അതിനുശേഷം മിക്കവാറും അത് കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിതയും കൃഷ്ണമോളും ഇറങ്ങി വന്നു. അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. വൈജി അവരെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അകത്ത് പോയിട്ട് അകത്തൊക്കെ ചുറ്റും ഒന്ന് നോക്കി. പിന്നീട് ബാലേന്ദ്രനും വൈജയൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന മുറിയിൽ പോയി തുറന്നു നോക്കുകയാണ്. അതിനുശേഷം മുറിക്ക് വെളിയിലേക്ക് വന്നു. അങ്ങനെ വൈജയന്തി വീണ്ടും ഹാളിലൊക്കെ ഒന്ന് വന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എനിക്ക് എൻ്റെ വീട് തിരിച്ചു കിട്ടിയതുപോലെ ആ മൂശാട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പം എൻ്റെ വീട് പഴയതുപോലെ തന്നെ ആയെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പം മനു പറഞ്ഞു, ആൻറ്റി ഈ വീട് ഇപ്പോഴും പഴയപടി തന്നെയാണ്. ഇവിടുന്ന് അലീനയൊന്നും കുത്തിപ്പറിച്ചുകൊണ്ട് പോയിട്ടൊന്നുമില്ല, ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഉണ്ടല്ലോ അവള് പോയല്ലോ, അതന്നെ എനിക്ക് സമാധാനം. ഓ ഇനിയിപ്പോൾ അവള് പോയത് നിനക്ക് വിഷമം കാണുമല്ലേ? ആൻറ്റി അവള് പോയതിൽ എനിക്ക് മാത്രമല്ല വിഷമം, ആൻറ്റിയുടെ മക്കൾക്കും വിഷമമുണ്ട്. അവൾ ഇവിടെ ഒന്നും കുത്തി ഇളക്കിയോണ്ട് പോയിട്ടില്ല. ഇവിടെ ആൻറ്റിയുടെ മക്കൾക്ക് നല്ലത് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, നല്ലത് മാത്രമേ ചെയ്തു കൊടുത്തിട്ടുള്ളൂ, വെച്ചു വിളമ്പി കൊടുത്തിട്ടുള്ളൂ. ഓ നിനക്ക് അവളുടെ പേര് പറഞ്ഞ് ഭയങ്കര വിഷമമായല്ലോ ആൻറ്റി. അതെ അങ്ങനെയാണെങ്കിലേ എന്നെക്കാളും കൂടുതൽ വിഷമിക്കുന്ന ആൾ ആൻറ്റി ആയിരിക്കും എന്ന് പറഞ്ഞു. എന്തിന്? അല്ല അവൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ആൻറ്റിയോട് ഞാൻ പറയുവാണെങ്കിൽ ആൻറ്റി നന്നായിട്ട് വിഷമിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പെട്ടെന്ന് വൈജയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. എന്താ ആൻറ്റി എന്ന് ചോദിച്ചു. പിന്നെ കണ്ടവളുമാർ അതും അവളെ പോലുള്ള ഒരു വേലക്കാരി കൊണ്ട് കൊതി നുണയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷമിക്കാൻ പോവല്ലേ? എനിക്ക് അതിൻ്റെ അതൊക്കെ അറിയേണ്ട കാര്യമൊന്നുമില്ല. അല്ല ആൻറ്റി ഞാൻ പറയാൻ വേണേ കാര്യം എന്താന്ന്? വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് കേട്ടതും മനു പറഞ്ഞാ വേണ്ടെങ്കിൽ വേണ്ട, ആൻറ്റിക്ക് കേൾക്കാൻ താല്പര്യമില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ ആൻറ്റി അത് കേട്ട് കഴിയുമ്പോൾ ആൻറ്റിക്ക് ചിലപ്പം വിഷമാവും. അത് കേട്ടതും വൈജയന്തിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. വൈജയന്തി പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ, നീ ഇപ്പം അത് പറയുകയോ വേണ്ട. എങ്കിൽ ശരിയായിക്കോട്ടെ, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ ആൻറ്റി. വാട രോഹി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രോഹിയെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേനും ഭവതി ചോദിച്ചു, അല്ല എന്താ അമ്മേ? അലിയൻ ചേച്ചി മനുവേട്ടനോട് എന്താ പറഞ്ഞേ? അമ്മ എന്താ പറയണ്ടെന്ന് പറഞ്ഞത്? പിന്നെ അവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാതിരിക്കുമല്ലോ ഞാൻ. അല്ല എന്തോ ഒരു കാര്യമുണ്ട്, അലിയൻ ചേച്ചി എന്തോ ഒരു കാര്യം മനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, അത് അമ്മയ്ക്ക് എന്തോ വിഷമം ഉണ്ടാക്കുന്ന കാര്യം. അതെന്താ? പിന്നെ അതന്വേഷിച്ച് പോവല്ലേ എൻ്റെ ജോലി, വേറെ പണിയൊന്നുമില്ല. അവളെ പോലുള്ളൊരുത്തി പറയുന്നതൊക്കെ കേൾക്കുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് വൈജയന്തി അപ്പുറത്തെ മുറിയിൽ കൂടെ അങ്ങനെയൊക്കെ പോയി നോക്കണം. അവിടെ മൊത്തം നോക്കി. അതിനുശേഷം അലീന കിടന്നിരുന്ന മുറിയുടെ അവിടേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല ഇത് ലോക്കാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭവി പറഞ്ഞു, ലോക്കാണല്ലേ എന്ന് അതിൻ്റെ ഡോർ ഹാൻഡിലൊന്ന് പിടിച്ച് തിരിച്ചറിയാലോ. എടി നിന്നോട് ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ തറുതല പറയാനല്ല പറഞ്ഞേ. അമ്മ ഈ പറയണ സമയം കൊണ്ട് അമ്മയ്ക്ക് ആ ഡോർ ഹാൻഡിലൊന്ന് പിടിച്ച് തിരിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഒരു വഴക്കിൻ്റെയും പ്രശ്നത്തിൻ്റെ കാര്യമില്ല.
അമ്മേ അതൊന്ന് തുറന്നു നോക്കിയാൽ മതി. അവള് പറഞ്ഞത് കേട്ടോ. അതെ, അമ്മ ചോദിക്കുന്ന പോലെ തന്നെയായിരിക്കും അതിനുള്ള ഉത്തരം കിട്ടുന്നത്. ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ അങ്ങോട്ടേക്കും പെരുമാറുള്ളൂ എന്ന് പറഞ്ഞു. ഓ പിന്നെ വന്നിരിക്കുന്ന നീ കൂടുതലൊന്നും പറയണ്ട. അപ്പോഴേക്കും കൃഷ്ണമോള് പെട്ടെന്ന് വന്ന് ഡോറ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി അകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് വൈജയന്തി ചുറ്റും അവിടെ നോക്കണം. എന്നിട്ട് ഓരോതെങ്ങനെ എവിടെയെല്ലാം നോക്കിയിട്ട് അലീനയുടെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോഴാണ് അലീനയുടെ പായും തലവണയൊക്കെ ഇരിക്കുന്നതുണ്ട്. ഇതെന്താ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അത് അലീന ചേച്ചി പോയപ്പം കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കൊണ്ട് നശിപ്പിക്കണം. അവൾ ഉപയോഗിച്ച ഒരു സാധനങ്ങളും അവളുടേതായ ഒരു സാധനങ്ങളും ഇവിടെ പാടില്ല. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ വീടിന് ചിലപ്പോൾ തീയിടണ്ടായിട്ട് വരും. അതേടി വേണ്ടി വന്ന് ഞാൻ വീടിന് തീയിടുകയും ചെയ്യും. കാണണോ നിനക്ക്? ഭവിത പറഞ്ഞു, അന്നാ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോട് പറഞ്ഞു, വേണ്ട ഭവിത ചേച്ചി ഒരു വഴക്കുണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് വൈജിയോട് പറഞ്ഞു, അതെ ഞാൻ രോഹിയേട്ടനെ വിളിച്ച് ഇത് മാറ്റാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പോഴും ഭവിത ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. വൈജയന്തി മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള മുറിയിലേക്ക് കയറി പായും തലവണയിലേക്കും തൊട്ട് നോക്കി. പിന്നീട് ആ ബെഡിലിരുന്നു. ഇന്നലെ താനും അലീന ചേച്ചിയും കെട്ടിപ്പടച്ച് കിടന്ന് മുറിയാത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. വൈജയന്തിക്കാണ് ഭയങ്കര സന്തോഷമായിരുന്നു താനും അലീന പോയല്ലോ എന്ന് ഓർത്തിട്ട്. ഇതേ സമയത്ത് ആൻ്റപ്പൻ്റെ അടുത്തേക്ക് പൗലോസേട്ടൻ വരുവാണ്. അപ്പോഴാണ് കുക്കർ വിസിലടിക്കുന്നുണ്ട്. ഈ കുക്കറിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് അകത്തേക്ക് പെട്ടെന്ന് പൗലോസേട്ടൻ അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് മുറ്റത്തൊരു കാറ് വന്നു. കാറിനകത്തുനിന്ന് ബാലേന്ദ്രൻ ഇറങ്ങുവാണ്. കൂടെ അലീന ഉണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആൻ്റപ്പൻ അകത്തേക്ക് ഓടി ചെല്ലുവാണ്. ആ സമയത്ത് സ്റ്റാൻലി പൗലോസേട്ടനെ ചീത്ത പറഞ്ഞിട്ടിരിക്കുകയാണ്. അതെ ഞാൻ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കണമെന്നോ ഒന്നിനും ഒരു കുറവ് വരില്ലെന്ന്. എന്തിയെ ബൈജു എന്തിയെ? അപ്പോഴേക്കും ബൈജു അങ്ങോട്ട് വന്നു. ദേ ബൈജു നീ ഒരിടത്തേക്കും പോവരുത്, അറിയാലോ ഇന്ന് നിന്റെ ഇവിടെ ആവശ്യമുണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കണം. സാധനങ്ങളൊക്കെ നീ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട് സാബ്. അപ്പോഴാണ് ആൻ്റപ്പൻ അങ്ങോട്ട് വരുന്നത്. ആൻ്റപ്പൻ വന്നിട്ട് പറഞ്ഞു, ആ പാലക്കാരൻ വന്നിട്ടുണ്ട്, തനിച്ചുള്ളോ? കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. എങ്കിൽ ശരി അവരോട് കയറി വരാൻ പറ, ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാൻലി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ബൈജു പൗലോസേട്ടനൊക്കെ പരസ്പരം നോക്കണം. ആരാ എന്താ അവർക്കൊന്നും മനസ്സിലായതില്ല. അപ്പോഴേക്കും ആൻ്റപ്പൻ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ കേണൽ സാബ് അകത്തേക്ക് എല്ലാം പറന്നു പറഞ്ഞു. ഈ സമയത്ത് നായ്ക്കുട്ടികളെല്ലാം പാഞ്ഞു വന്നെങ്കിലും അലീനയുടെ മുന്നിൽ അവ ഒന്നും മിണ്ടാതെ അനങ്ങാതെ അവിടെ നിന്നു മാത്രമേ ഉള്ളൂ. അനുസരണയുള്ള നായ്ക്കുട്ടികളായിട്ട് നിന്നുള്ളൂ. ആൻ്റപ്പനും ബാലേന്ദ്രനും പോലും അന്തം വിട്ടുപോയി. പിന്നീട് ബാലേന്ദ്രൻ അലീനയുടെ കയ്യിലേക്ക് പിടിച്ചു. ഇതാണ് സ്റ്റാൻലി ജോസഫിൻ്റെ വീടെന്ന് പറയാൻ പറ്റില്ല, എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്ന് തന്നെ വേണം പറയാനെന്ന് പറഞ്ഞു. അങ്ങനെ അലീനയുടെ കൈ പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവണം. അങ്ങനെ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കാണുന്ന കാഴ്ച സ്റ്റാൻലി പൗലോസേട്ടനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ എൻ്റെ ഇഷ്ടം മാത്രമല്ല നോക്കേണ്ടത്, വരുന്ന അതിഥിയുടെയും കൂടെ ഇഷ്ടം കൂടെ നോക്കണം. മറ്റൊരാളുടെ ഇഷ്ടം കൂടെ നോക്കിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന്. അലീന ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. തൻ്റെ അച്ഛനെ ആദ്യമായിട്ട് കാണാൻ പോവുക, ആരാ എന്താണെന്നും അറിയത്തില്ല. അപ്പോഴാണ് സ്റ്റാൻലിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അലീന ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇദ്ദേഹത്തെ താൻ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ, തൻ്റെ വീട്ടിൽ വെച്ച് താൻ ചായ കൊണ്ടേ കൊടുത്തതല്ലേ എന്നൊരു ചിന്ത. ആ സമയം സ്റ്റാൻലി അടുത്തേക്ക് വന്നു. ഹലോ അലീന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷേക്ക് ഹാൻഡിന് വേണ്ടിയിട്ട് കൈ നീട്ടുവാണ്. പക്ഷെ അലീന ഇങ്ങനെ കണ്ണുമിക്കാതെ ഇങ്ങനെ നോക്കി എന്നുള്ളൂ. അലീനയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ തോന്നിയില്ല. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോൾ ഈ കഥകളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി കഥകളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.